ഉപ്പുതറ പുരികണ്ണി ചപ്പാത്ത് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. റോഡിൽ അപകടങ്ങളുണ്ടായിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത്. 15 വർഷം മുമ്പാണ് ഉപ്പുതറ പൊരുകണ്ണി ചപ്പാത്ത് റോഡിന്റെ പൊരുകണ്ണി മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗം PMGSY പദ്ധതിയിൽ പെടുത്തി റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ റോഡിന്റെ അവസ്ഥ കണ്ടാൽ ആരും നാണിച്ചു പോകും. സമ്പൂർണ്ണ വികസന സംസ്ഥാനമെന്ന് വീമ്പ് പറയുന്ന മലയാള നാട്ടിലാണോ ഈ റോഡെന്ന് തോന്നിപ്പോകും. ദിവസേന 7 സ്കൂൾ ബസ്സുകളും 100 കണക്കിന് ചെറുവാഹനങ്ങളും കടന്നു പോകുന്ന റോഡാണ് കുണ്ടും കുഴിയും മെറ്റൽ കൂനകളുമായി മാറിയിരിക്കുന്നത്. രോഗം മൂർച്ഛിച്ചാൽ രോഗിയെ ആശുപത്രിയിൽ ഈ റോഡിലൂടെ കൊണ്ടുപോയാൽ തിരികെ മൃതദേഹവുമായി കൊണ്ടുവരാം. സാംസ്കാരിക കേരളത്തിന് തന്നെ ഈ റോഡ് നാണക്കേടാണ്. PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അവഗണിച്ചതാണ് ഈ റോഡിന് ഈ ദുരവസ്ഥയുണ്ടാകാൻ ഇടയാക്കിയത്. തകർന്നു കിടക്കുന്ന റോഡിൽ അപകടവും തുടർക്കഥയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പീരുമേട് MLA റോഡിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോഴും നടപടിയൊന്നും ഇതുവരെയും ആയിട്ടില്ല. സാറേ, വളരെ കുന്നും കുഴിയായിട്ട് കിടക്കുക. വളരെയധികം, കാരണം ഒരു വണ്ടി പോലും വരാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം ആൾക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലാണ്. രാത്രി കാലങ്ങളിലൊന്നും അതിന് പോകാൻ പറ്റുന്നില്ല. ഓരോ വർഷവും റോഡിന് ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം ലഭിക്കും. കഴിഞ്ഞ വർഷം 1 കിലോമീറ്റർ ദൂരം യാത്രായോഗ്യമാക്കി. എന്നാൽ യാത്രായോഗ്യമാക്കിയതിന് മുമ്പും റോഡ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും കഴിയില്ല. 3 കിലോമീറ്ററും വലിയ രീതിയിലാണ് തകർന്നു കിടക്കുന്നത്. തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ദുരവസ്ഥ കാരണം കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും വലിയ ക്ലേശം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.